ആഗോള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നീക്കവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമാധികാരിയെ, അതായത് പുതിയ സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്കും പങ്ക് വേണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് അദ്ദേഹം വെനിസ്വേലയിൽ എന്താണോ ചെയ്തത് അതേ നീക്കം തന്നെയാണ് ഇറാനും ശ്രമിക്കുന്നത്. ഇത് മറ്റു ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിൽ എത്തിച്ചിരിക്കുകയാണ്. എന്താണ് ട്രംപിന്റെ നീക്കം? നമുക്ക് പരിശോധിക്കാം. അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വ്യാഴാഴ്ച ആക്സിയോസിനോട് സംസാരിക്കവെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അന്തരിച്ച പരമാധികാരി ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ അടുത്ത നേതാവായി വാഴിക്കുന്നതിനെ ട്രംപ് ശക്തമായി എതിർക്കുന്നു. മുജ്തബ ഒരു ലൈറ്റ് വെയിറ്റ് ആണെന്നും ഇറാന്റെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് വ്യക്തമായ പങ്കുണ്ടാകണമെന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന വാഷിംഗ്ടന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിൽ വരണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇതിനായി അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് വെനിസ്വേലയാണ്. നിക്കോളാസ് മഡൂറോയ്ക്ക് ശേഷം അമേരിക്കയുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഡെൽസി റോഡ്രിഗസിനെ പോലെ ഒരാളെയാണ് ട്രംപ് ഇറാനിലും തിരയുന്നത്. നിലവിൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ ഇത്തരം പരമാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഇറാനിലെ ഒരു സ്ഥലം ആക്രമിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ പുണ്യനഗരമായ ഖൊമയിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ വെനിസ്വേലയിലെ അവസ്ഥയല്ല ഇറാനിലുള്ളത്. ഇറാനിലെ സൈനികം ഇപ്പോഴും ശക്തിയായി അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും പോരാടുന്നുണ്ട്. വെനിസ്വേലയിൽ അമേരിക്കയുടെ പപ്പറ്റായി ഒരു ഭരണാധികാരിയെ കിട്ടിയതുപോലെ കിട്ടില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രീറ്റ പാഴ്സിയുടെ അഭിപ്രായത്തിൽ ട്രംപ് ആഗ്രഹിക്കുന്നത് ഇറാന്റെ പൂർണ്ണമായ കീഴടങ്ങലാണ്. ട്രംപിന്റെ ഈ ഇടപെടൽ മേഖലയിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുമോ? ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദം ശക്തമാണ്. ഇറാന്റെ പരമാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ്. എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിനോടകം തന്നെ ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ബോംബാക്രമണങ്ങൾ തുടരുകയാണ്. ആശുപത്രികളും സ്കൂളുകൾ പോലും ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ ആരോപിക്കുന്നു. ലോകം മറ്റൊരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ? അതോ ട്രംപ് കരുതുന്ന പോലെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? ട്രംപിന്റെ ഈ പ്രസ്താവനയെ ഇറാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം.